Hi, Namaste, welcome back viewers, welcome back to my channel Vinchera. ഈസി ആയിട്ട് ഓപ്ഷൻസിൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പ്രോഫിറ്റ് നേടാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നല്ലൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ട്. നിഫ്റ്റിയിൽ വൺ സൈഡ് മൂവ്മെന്റ് തന്നെയാണ്. അപ്രോക്സിമേറ്റ് 400 പോയിന്റോളം മാർക്കറ്റ് ഇന്ന് ഹൈക്കിൽ കയറി നിൽക്കുകയാണ്. ഓപ്ഷൻ ട്രേഡേഴ്സിൽ നല്ലൊരു റിട്ടേൺസ് കിട്ടിയ ദിവസമാണിന്ന്. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ബൈ ട്രേഡ് പോയിട്ടുണ്ട്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ ഇടയ്ക്കൊരു സെല്ല് വന്നിരുന്നു. പക്ഷെ ആ സെല്ല് ഒരുപാട് മാർക്കറ്റ് ഇറങ്ങാതെ റിവേഴ്സ് പോയിട്ടുണ്ട്. അപ്പം നമുക്ക് റിവേഴ്സ് പോകുമ്പോൾ എങ്ങനെ എക്സിറ്റ് അടിക്കാം, അതേപോലെ പ്രോപ്പറായിട്ട് എൻട്രി എങ്ങനെ കണ്ടുപിടിക്കാം, അതേപോലെ ഹോൾഡ് ചെയ്യണോ തിരിച്ച് അവിടെ എക്സിറ്റ് ചെയ്യണോ എന്നൊക്കെ നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് നേടാൻ സാധിക്കും. അപ്പോൾ സിമ്പിളാണ് ചൂസ് ചെയ്യുന്നത്. വർക്ക് ചെയ്യുന്ന എങ്ങനെ മെത്തേഡ് എങ്ങനെയാണെന്ന് ലൈവിൽ നിങ്ങൾ കാണാം. അതായത് ഫുൾ ഡേ ലൈവ് 1 ഡേ ലൈവ് ട്രേഡ് നിങ്ങൾക്ക് കാണുമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 8 സ്ട്രാറ്റജികളുണ്ട്. ലേറ്റസ്റ്റ് വേർഷൻ്റെ 8.1 സ്ട്രാറ്റജിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പം ലേറ്റസ്റ്റ് വേർഷൻ്റെ പ്രത്യേകത ഒന്നുകൂടെ സൈഡ് വേസ് കറക്റ്റായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്ത് തരും. പിന്നെ ഫേക്ക് ആയിട്ടുള്ള അപ് ഡൗൺസ് തിരിച്ചറിയാൻ പറ്റും. നമുക്ക് ഡൗണിലേക്ക് പോകുകയാണെങ്കിൽ തിരിച്ച് കയറുമോ ചാൻസ് ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പെട്ടെന്ന് ഫ്രഷേഴ്സിന് ഈസി ആയിട്ട് മനസ്സിലാക്കാം ഈ സ്ട്രാറ്റജിയിൽ. ഓക്കെ, അപ്പോൾ വർക്ക് ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞുതരാം. ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഓപ്പൺ ആയത് ഇന്നത്തെ നിഫ്റ്റിയിൽ. ഇന്നത്തെ നിഫ്റ്റിയിൽ ബൈസെറ്റിൽ തന്നിട്ടുണ്ട്. സോഫ്റ്റ് ഗ്രീൻ കളർ അപ്പാല് തന്നു. അതിന് എൻട്രി പോയിന്റ് കൊടുത്തു. ടാർഗറ്റ് 3 താഴെ കൊടുത്തിട്ടുണ്ട്. 40 പോയിന്റ്സിന് 3 ടാർഗറ്റ് ആണ്. അപ്പോൾ സിഗ്നൽ കൺഫേം ആണ് എടുക്കുക. അതായത് ക്യാൻഡിൽ കളറിനോടൊപ്പം താഴെ കൺഫർമേഷൻ ബാറും കൂടെ ഓക്കെ ആണ് ട്രേഡ് എടുക്കുക അടുത്ത ക്യാൻഡിൽ. ഇപ്പൊ ഇന്ന് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ രാവിലെ തന്നെ അവിടെ സിഗ്നൽ കൺഫേം ആയി വന്ന ആ ക്യാൻഡിൽ തന്നെ എടുക്കാമായിരുന്നു. അതിന്റെ അടുത്ത ക്യാൻഡിൽ റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് കയറിയിട്ടുണ്ട്. അവിടുന്ന് ഒരു ഹൈക്ക് അടിച്ചു. ഇൻ കേസ് ഈ ഒരു ട്രേഡ് മിസ്സാൽ നെക്സ്റ്റ് ആ രണ്ടാമത്തെ ബ്രേക്ക് റെസിസ്റ്റ് ചെയ്യുന്നത് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്ത സ്ഥിതി അവിടുന്ന് നമുക്ക് രണ്ടാമത് പിന്നെയും പിടിക്കുകയായിരുന്നു. കാരണം റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ബ്രേക്ക് ഔട്ട് ആയിരിക്കും. അവിടെ പിന്നെ നോക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല. ഓക്കെ, പക്ഷേ ബാങ്ക് നിഫ്റ്റിയിലാണ് രാവിലെ ഒരു ബൈ ട്രേഡ് വലിയൊരു ബൈ സിഗ്നലിൽ ബ്രേക്ക് ഔട്ട് പോയിരുന്നില്ല. ചെറുതായിട്ടൊന്ന് കയറി ഒരു ചെറുതായിട്ടൊരു അതായത് ഒരു ഫ്ലക്ച്വേഷൻ ഉള്ള ബൈ ആയിരുന്നു മോർണിംഗിൽ. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ഡൗൺ ഇറങ്ങാൻ നോക്കി തിരിച്ച് പിന്നെ കയറുമായിരുന്നു. അപ്പൊ ലാസ്റ്റത്തെ ആ ബൈ ട്രേഡ് നല്ലൊരു ട്രേഡ് ആയിരുന്നു. അത് 300 പോയിന്റോളം അടിച്ച് കയറിയിട്ടുണ്ട്. 3 ടാർഗറ്റും അടിച്ചിട്ടുണ്ട്. പക്ഷെ സെല്ല് കൺഫേം ആയിരുന്നു. നോക്കുകയാണെങ്കിൽ ഇവിടെ സെൽ സിഗ്നൽ വന്ന ശേഷം താഴെ റെഡിലേക്ക് മാറിയിരുന്നു. അപ്പോൾ സപ്പോർട്ട് അടിക്കാതെ, അതായത് കൺഫർമേഷൻ വന്ന് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാതെ ഇറങ്ങുമായിരുന്നു. കൺഫർമേഷൻ വന്നപ്പോഴത്തേക്ക്, അതായത് ഇവിടെ സെല്ല് തന്നപ്പോഴത്തേക്ക് താഴെ റെഡ് ആയിരുന്നില്ല, റെഡിലേക്ക് മാറിയപ്പോഴത്തേക്കും ഈ ഒരു ക്യാൻഡിലായി. പിന്നെ അതിന്റെ അടുത്ത ക്യാൻഡിൽ ഗ്രീനുമായി. അപ്പോൾ അവിടെ ഒരു ട്രേഡ് മാച്ച് നടന്നിട്ടില്ല. അപ്പൊ അത് ബ്രേക്ക് ഔട്ടും പോയിട്ടില്ല. അപ്പൊ അത് കാരണം നമുക്ക് അവിടുന്ന് ട്രേഡ് നമുക്ക് ഒഴിവാക്കാം. അത് അല്ലെങ്കിൽ തിരിച്ച് ട്രെൻഡിലേക്ക് തിരിച്ച് കയറുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എക്സിറ്റും അടിക്കാം. ഓക്കെ, അപ്പം ഇതിനകത്ത് ഇത്രയും ശ്രദ്ധിക്കാനുള്ളൂ. നമുക്കൊരു സിഗ്നൽ വന്നാൽ കൺഫേം ആണോ നോക്കി അടുത്ത ക്യാൻഡിൽ ട്രേഡ് എടുക്കാം. ഇൻ കേസ് സൈഡ് വേസ് വന്നാൽ പ്രോപ്പർ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാതെ എടുക്കാൻ ശ്രമിക്കരുത്. കാരണം അവിടെ റിസ്ക് ചാൻസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കളർ ചേഞ്ച് മാറി തരുന്നത്. അഥവാ റിവേഴ്സ് പോയാൽ നമുക്ക് എക്സ്ട്രാ കളർ, ഇപ്പൊ ബ്ലൂ കളർ, ഓറഞ്ച്, വൈറ്റ്, അതേപോലെ ഫോളോ ക്യാൻസർ, ഇതൊക്കെ സൈഡ് വേസ് ആണ്. അത് നമുക്ക് ഫോം ആകുമ്പോഴത്തേക്കും നമുക്ക് എക്സിറ്റ് അടിക്കാം. അല്ലെങ്കിൽ നമുക്ക് ട്രെൻഡ് ലൈൻ, മാർക്കറ്റിന്റെ ഈ അപ് ഡൗൺസ് ട്രെൻഡ് ലൈൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ആക്ച്വലി പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പൊ ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ചിറങ്ങി ഒരുപാട് ടാർഗറ്റ് അടിച്ചില്ല, തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് ഇവിടുന്ന് രണ്ടാമത്തെ ക്യാൻഡിൽ കട്ട് ചെയ്യാം, അന്നത്തേക്ക് ട്രെൻഡ് ലൈൻ തിരിയും. അപ്പൊ അവിടെ വേണം പ്രോഫിറ്റ് ബുക്ക് ചെയ്തിറങ്ങാം. ഓക്കെ, എന്നിട്ട് രണ്ടാമത് തിരിച്ച് പിന്നെയും കയറുവാണെങ്കിൽ പിന്നെ എൻട്രി എടുത്തേച്ചാൽ മതി. ഇപ്പൊ ഇന്നലെ കാണിച്ചതുപോലെ ഇവിടുന്ന് മാർക്കറ്റ് കയറി തിരിച്ചിറങ്ങി പിന്നെയും എടുത്തു. ഇവിടെ കുറച്ച് ഇവിടെ നമുക്കൊരു ബൈ അഗെയിൻ ഉണ്ട്. തിരിച്ച് പിന്നെ പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് താഴത്തെ കൺഫർമേഷൻ ബാർ ഗ്രീനാണ് ഹോൾഡ് ചെയ്യാം. ഓക്കെ, ഈസിയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ഇതിന്റെ ഓപ്ഷൻസ് ആണെങ്കിൽ നമുക്ക് ഏത് ഓപ്ഷനാണ് സ്ട്രൈക്ക് വേണ്ടതെന്ന് അത് ആഡ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. ഇപ്പൊ രാവിലെ 23,700 നമ്മൾ നമ്മുടെ സ്ട്രൈക്കിങ്ങിൽ, അതേപോലെ 23,700 ആഡ് ചെയ്ത് കൊടുക്കുക. അത് വ്യൂവിൽ സിമ്പിൾസിൽ പോയിട്ട് നിഫ്റ്റി ഓപ്ഷൻസ് പറഞ്ഞവിടെ കൊടുത്താൽ മതി. ഇപ്പൊ 23,600, 700 ഞാനവിടെ ഓപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ചാർട്ട് ആഡ് ചെയ്യാം. 600 ആണെങ്കിൽ റൈറ്റ് ക്ലിക്ക്, ചാർട്ട് വിൻഡോ, അതേപോലെ 5 മിനിറ്റ് ടെംപ്ലേറ്റിൽ 8.1 ഓപ്ഷൻ എടുക്കാം. അപ്പൊ അതിനകത്ത് ബൈസിക്കിൽ നമുക്ക് 275 തന്നിട്ടുണ്ട്. അതിന്റെ ടാർഗറ്റ് താഴെ 3 കൊടുത്തിട്ടുണ്ട്. അത് രാവിലെ തന്നെ ബ്രേക്ക് ഔട്ട് പോയി അപ്രോക്സിമേറ്റ് 275 തന്നെ എടുക്കായിരുന്നു. കാരണം അവിടെ കൺഫേംഡ് ആയിരുന്നു. അത് മോർണിംഗിൽ തന്നെ 392 വരെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്തത് 374 പിന്നെയും കട്ട് ചെയ്ത് അത് പിന്നെ 629 വരെ പോയിട്ട് നല്ലൊരു റിട്ടേൺസ് ആയിരുന്നു. നല്ലൊരു ഹൈക്ക് അടിച്ചു കയറിയിട്ടുണ്ട്. ഓക്കെ, ഈസി ആണ് ഐഡന്റിഫൈ ചെയ്യാൻ. സോഫ്റ്റ് വർക്ക് ചെയ്യുന്ന മെത്തേഡ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഇത് ലൈവിൽ ചെക്ക് ചെയ്യാം. ഏത് മാർക്കറ്റിലും വർക്കൗട്ട് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി കോൺടാക്ട് ചെയ്യാം. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുക്കും.